നമസ്കാരം. യൂറോപ്പ് മലയാളി ജേണലിലേക്ക് എവർക്കും ഹാർദമായ സ്വാഗതം. കഴിഞ്ഞയാഴ്ച കേരളം കാണൂ എന്ന എപ്പിസോഡിൻ്റെ ഭാഗമായി മൂന്നാറിൽ നിന്നുള്ള വിശേഷങ്ങളാണ് ഞങ്ങൾ ഉൾപ്പെടുത്തിയിരുന്നത്. മൂന്നാറിലെ വിശേഷങ്ങൾ ഇവിടെ തുടരുകയാണ്. മാട്ടുപ്പെട്ടി ഡാമിൻ്റെ ഏതാണ്ട് 1 കിലോമീറ്റർ മുകളിലേക്ക് കയറി വന്നാൽ നമുക്കിവിടെ ബോട്ടിങ്ങിനുള്ള സൗകര്യമുണ്ട്. അത് ഒരുക്കിയിരിക്കുന്നത് ഇവിടുത്തെ KSEB ഡിപ്പാർട്ട്മെൻറ്റാണ്. ഈ സ്ഥലത്തിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഒരു ഫാമിലി ആയിട്ട് എല്ലാ ആൾക്കാരും വന്നു കഴിഞ്ഞാൽ അവർക്കെല്ലാം എൻജോയ് ചെയ്യാനുള്ള സൗകര്യം ഒരുക്കിയിട്ടുണ്ട്. ഇവിടെ അഡ്വഞ്ചറസ് പാർക്കുണ്ട്, കൗബോയ് പാർക്കുണ്ട്. കുട്ടികൾക്ക് മുകളിൽ കയറി അഡ്വഞ്ചറസ് ആയിട്ടുള്ള കാര്യങ്ങൾ ചെയ്യാനുള്ള എല്ലാ സൗകര്യങ്ങളും ഒരുക്കിയിട്ടുണ്ട്. ഇവിടുത്തെ മറ്റ് സൗകര്യങ്ങൾ നമുക്ക് ഓരോന്നായി കാണാം. ഈ കൗബോയ് പാർക്കിൻ്റെ മാനേജർ ഇവിടെ നമ്മളോടൊപ്പം ഉണ്ട്. അദ്ദേഹത്തോട് തന്നെ ചോദിക്കാം ഇവിടെ എന്തൊക്കെ ആക്ടിവിറ്റീസാണ് ഉള്ളത്. നമസ്കാരം. എന്താ പേരെന്താ? ഇവിടെ എന്തൊക്കെ കുട്ടികൾക്കായിട്ടാണ്? കുട്ടികൾക്കും വലിയവർക്കും കൂടിയിട്ടുള്ള എല്ലാവർക്കും ഉണ്ട്. കുട്ടികൾക്കും വലിയവർക്കും അല്ല, രണ്ടുപേർക്ക് എൻജോയ് ചെയ്യാവുന്ന രീതിയിലുള്ള എല്ലാ ഏജ് ഗ്രൂപ്പുള്ളവർക്ക് എൻജോയ് ചെയ്യാവുന്ന രീതിയിലാണ് നമ്മളത് റെഡി ചെയ്തിരിക്കുന്നത്. ഓക്കെ. ഇതൊരു കാർണിവൽ ഫ്ലോറാണ്. ആദ്യത്തെ നമ്മൾ കടന്നു വരുന്ന ഏരിയ ഒരു കാർണിവൽ ഫ്ലോറാണ്. ഇത് കുട്ടികൾക്കായിട്ടുള്ള പോണി റൈഡർ എന്ന് പറഞ്ഞൊരു ആക്ടിവിറ്റി ഉണ്ട് ഇവിടെ. ഫസ്റ്റ് അവർ വരുന്നത്. പിന്നെ ഒരുപാട് കാർണിവൽ ആക്ടിവിറ്റീസ് ഉണ്ട്. പെയിന്റ് ബോൾ ഷൂട്ടിങ്. ഇതെല്ലാം അവർ തന്നെ ഓപ്പറേറ്റ് ചെയ്യുന്നതാണ്. അവർ തന്നെ പുഷ് ചെയ്ത്. ഓക്കെ. അത് ഒരു ഏജ് അപ് ടു 10 വരെയൊക്കെ പോകുന്നു. 10-12 വരെ. പിന്നെ വരുന്നത് നമ്മുടെ കാർണിവൽ ഏരിയ ആണ്. കാർണിവൽ ഏരിയയിൽ ആർച്ചറി, പെയിന്റ് ബോൾ ഷൂട്ടിങ് റേഞ്ച്, ബലൂൺ ഡ്യൂൾസ്, ബലൂൺ ഷൂട്ടിങ്, റോളർ, ക്യാച്ച് ദ ബോൾ ഷൂട്ടിംഗ് ഒക്കെ ഉണ്ടല്ലേ? ഷൂട്ടിങ് എല്ലാ ആക്ടിവിറ്റീസും. അപ്പോൾ ഈ മുതിർന്നവർക്കുള്ള പെയിന്റ് ബോൾ, ആർച്ചറി, ആക്ടിവിറ്റീസ്. ഓക്കെ. പിന്നെ മെയിൻ അട്രാക്ഷൻസ് വരുന്നത് 12 റൈഡർ മൂവിയുണ്ട്. 12 റൈഡർ ഒരു 5 minutes ഉള്ളൊരു തിയേറ്റർ മൂവിയാണ്. ഞാനിപ്പോൾ ഇതിനകത്തുള്ള 12D തിയേറ്ററിനകത്താണ്. അപ്പോൾ ഇത് 12D ആണ്. ഇവിടെ അറ്റ് എ ടൈം എത്ര പേർക്കാണ്? 12 പേർക്ക് ഇരിക്കാം. അപ്പോൾ ഈ 12Dയുടെ പ്രത്യേകതകൾ എന്തൊക്കെയാണ്? 12D എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളിത് 3D ഗ്ലാസ് വെച്ചാണ് ഇത് യൂസ് ചെയ്യുന്നത്. ഓക്കെ. ഇത് നമ്മൾ ഇപ്പോൾ റൺ ചെയ്തിരിക്കേണ്ടിരുന്ന പിക്ചർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കാനിയൻ കോസ്റ്റർ എന്ന് പറഞ്ഞ ഒരു മൂവിയാണ്. ഓക്കെ. അതിനകത്ത് നമ്മളൊരു കാനിയൻ കോസ്റ്ററിൽ പോകുന്ന അതേ ഫീലിംഗ് നമുക്ക് അതിനകത്ത് കിട്ടും. ഓക്കെ. അതുപോലെ തന്നെ അതിൽ റേഞ്ച് ചെയ്യുന്ന നമുക്കിവിടെ റേഞ്ച് എഫക്റ്റ് വരുന്നതായിരിക്കും. അതുപോലെ ഫയർ വരുമ്പോൾ ഫയർ എഫക്റ്റ്, ഒരു ചൂട് കിട്ടും. അതുപോലെ തന്നെ ഫയർ എഫക്റ്റ് ആ ഫ്രണ്ടിലുള്ള സ്പീക്കർ സൈഡിൽ നിന്ന് ഫയർ എഫക്റ്റ് വരും. അതുപോലെ തന്നെ ബബിൾസ് വരുമ്പോൾ ബബിൾസ് വരുന്നുണ്ട്. പിന്നെ സീറ്റിൽ വന്ന് താഴെ നിന്നും
ബാറ്റിൽ നിന്നുള്ള എഫക്റ്റ് ഉണ്ട്, എഫക്ട്സ് ഉണ്ടാവും. എഫക്ട്സ് ഉണ്ടാവും. പിന്നെ ഒരാൾ ഇടിക്കുകയാണെങ്കിൽ നമ്മൾ മുഖത്ത് ഇടിക്കുന്നതാണ് ഫീൽ ചെയ്യും. ഇരിക്കുന്ന ആദ്യം ഫീലിംഗ് ഉണ്ടാവും. താഴെ കാലിൻ്റെ അവിടെ തന്നെ ഒരു വയറുണ്ട്, ഓക്കെ. അതിനകത്ത് പലതും താഴെ നടക്കുമ്പോൾ അത് നമ്മൾ കാലിൽ വന്ന് ടച്ച് ചെയ്യുന്നു. ഓക്കെ. അങ്ങനെ എല്ലാ തരത്തിലും നമുക്ക് ശരിക്കും അതിൽ നമ്മൾ റൈഡ് ചെയ്യുന്ന അതേ ഫീലിംഗ് വരുന്നത്. ഓ, ഇത് അപ്പോൾ ഈ ട്രോളിയിൽ കയറി ഇരുന്ന് കഴിഞ്ഞാൽ ഒരു അനുഭവം തന്നെയായിരിക്കും അല്ലേ? മഴയൊക്കെ മുളന്ന് വീഴും. അപ്പോൾ ഇതിൽ കുട്ടികൾ കയറി ഇരുന്നിട്ട് പേടിക്കാറുണ്ടോ അതോ? അതൊക്കെ പേടിക്കാറുണ്ട്. കുട്ടികൾക്ക് അത്യാവശ്യം പേടി വരുന്ന രീതിയിലുള്ള എന്നാലും ഇത് എത്ര സമയമാണ് ഇതുള്ളത്? 5 to 6 minutes. 5 to 6 minutes. ഈ 6 മിനിറ്റ് ഇവിടെ ഇരുന്നിട്ട് പുറത്തോട്ട് ഇറങ്ങുമ്പോൾ നമ്മൾ വേറൊരു ലോകത്തായിരുന്നു എന്നുള്ളൊരു ഫീലിംഗ് ഉണ്ടോ? ഓക്കെ.
വളരെ വളരെ വ്യത്യസ്തമായിട്ടുള്ളൊരു അനുഭവമായിരുന്നു ഇത്. നമ്മൾ ഇവിടെ മൂന്നാറിൽ വന്നിട്ട് ഇങ്ങനെ ഒരു എക്സ്പീരിയൻസ് നമ്മൾ പ്രതീക്ഷിച്ചുകൊണ്ടല്ല വരുന്നത്. അപ്പോൾ ഇവിടെ വരുമ്പോഴത്തേക്ക് യഥാർത്ഥത്തിൽ ഇതൊരു ഇൻ്റർനാഷണൽ സ്റ്റാൻഡേർഡിൽ ചെയ്തിരിക്കുന്ന കാര്യമാണ്. അപ്പോൾ വരുന്ന കസ്റ്റമേഴ്സൊക്കെ എങ്ങനെയാണ് പ്രതികരിക്കുന്നത്? നല്ല രീതിയിലാണ് ഓക്കെ, കാരണം ഇതൊരു ഇൻ്റർനാഷണൽ സ്റ്റാൻഡേർഡ് തന്നെയാണ്, എക്സ്പീരിയൻസ് തന്നെയാണ്. ഓക്കെ, തീർച്ചയായിട്ടും. അപ്പോൾ ഇത് ഈ ഒറ്റ ഫിലിം തന്നെയാണോ കാണിക്കുന്നത്? ഓപ്പൺ മൂവി ചേഞ്ച് ചെയ്യാറുണ്ട്? എനിക്ക് മാത്രം ഒരു 1 month ചേഞ്ച് ചെയ്ത് 1 month വേറെ ആയിട്ട് വരാം. അതായത് വീണ്ടും വരുന്നവർക്ക് വേറെ എക്സ്പീരിയൻസ് വേണ്ടി മാത്രം. അപ്പോൾ ഇത് സാധാരണയായിട്ട് കപ്പിൾസിന് വേണ്ടിയിട്ടാണ്. കപ്പിൾസ് വരുമ്പോൾ അവർക്ക് ഒരു 5 minutes റൈഡാണ് നമ്മൾ ഓഫർ ചെയ്യുന്നത്. 5 minutes, ഓക്കെ. ഓ, ഇത് അപ്പോൾ ഇത് ചുരുക്കത്തിൽ പറഞ്ഞാൽ മൂന്നാറിൽ വന്നാൽ എല്ലാത്തരം ആൾക്കാർക്കും ശരിക്കും എൻജോയ് ചെയ്യാം അല്ലേ? കുട്ടികൾക്കുള്ളതുണ്ട്, മുതിർന്നവർക്കുള്ളതുണ്ട്. ഒരു ഫാമിലി ആയിട്ട് വരുന്നവർക്ക് എൻജോയ് ചെയ്യാൻ പാകത്തിന് നമ്മൾ പാർക്ക് ഡിസൈൻ ചെയ്യും. ഓക്കെ ഓക്കെ. അവർക്കൊരു 2 to 3 hours എൻജോയ് ചെയ്ത് പോവാം. ഓക്കെ, അതാണ് നമ്മൾ ഉദ്ദേശിച്ചത്. ആ. ബേസിക്കലി ഞാൻ മൂന്നാറിൽ ആദ്യമായിട്ടാണ് വരുന്നത് കേട്ടോ. അപ്പോൾ വരുമ്പോൾ നമ്മൾ ഇത്തരത്തിലുള്ള ഒരു സംരംഭങ്ങളൊന്നും പ്രതീക്ഷിച്ചല്ല വന്നത്. അപ്പോൾ വന്നത് പ്രകൃതിയാണ്, സൈറ്റ് സീയിങ് എന്നുള്ള കൺസെപ്റ്റാണ് എനിക്കുണ്ടായിരുന്നത്. അതിൽ നിന്ന് വിട്ട് ഒരു 2-3 മണിക്കൂർ ഫാമിലി ആയിട്ട് ചെലവഴിക്കാൻ പറ്റിയ ഒരു രീതിയിലാണ്. അതെ അതെ. അല്ല, ബേസിക്കായിട്ട് മൂന്നാറിൽ വന്നു കഴിഞ്ഞാൽ ഒരു 4-5 ദിവസത്തേക്കുള്ള എല്ലാ കാര്യങ്ങളും ഉണ്ട്. പല പല സ്ഥലങ്ങളും, ഡാമുകളും നദികളും ഈ സൈറ്റ് സീയിങ് കൂടാതെ ഇത്തരത്തിലുള്ള അഡ്വഞ്ചറസ് ആയിട്ടുള്ള കാര്യങ്ങൾ. അതുകൊണ്ടാണ് നമ്മൾ അഡ്വഞ്ചർ കൂടി ഇതിനകത്ത്. ഓക്കെ. അപ്പോൾ ഇവിടെ ഇതിനിപ്പോൾ ഫർദർ ഡെവലപ്മെൻറ്റ് ചെയ്യാൻ തീർച്ചയായിട്ടും ചെയ്യുന്നു. ഓരോന്നോരോന്നായിട്ട് പുതിയ റൈഡുകൾ കൊണ്ടുവരുന്നുണ്ട്. മ്യൂസിക്കൽ പോക്ക്, മിറർമേഴ്സ്, വർട്ടെക്സ്, കുറേ ആഡ് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ വരുന്ന ഗസ്റ്റിൻ്റെ ഒപ്പീനിയനും കൂടി ചോദിച്ചിട്ടാണ് നമ്മളത് ആഡ് ചെയ്യുന്നത്. വരുന്ന ഗസ്റ്റുകൾക്കുള്ള ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഐറ്റംസാണ് നമ്മൾ ഇനിയുള്ള ആഡ് ചെയ്യാൻ ശ്രമിക്കുന്നത്. ഏഷ്യാനെറ്റ് ഉൾപ്പെടെയുള്ള പ്രമുഖ മലയാളം ചാനലുകൾ ആദ്യമായി യൂറോപ്പിലെത്തിച്ച യൂറോപ്പിലെ ഏറ്റവും അധികം പ്രേക്ഷകരുള്ള പ്രാദേശിക TV ചാനൽ ആനന്ദ് TV. 14 വർഷത്തെ സേവന പാരമ്പര്യവുമായി യൂറോപ്പിലെ അംഗീകൃത മലയാളം ചാനൽ ഡിസ്ട്രിബ്യൂട്ടർ ആനന്ദ് മീഡിയ. ഇറ്റ്സ് നോട്ട് ജസ്റ്റ് TV, ഇറ്റ്സ് യുവർ കംപ്ലീറ്റ് എന്റർടൈൻമെന്റ് പാർട്ട്ണർ. പ്രവാസി സമൂഹവുമായി ബന്ധപ്പെടുന്ന വാർത്തകൾ ANNGlobalNews@gmail.com, ആനന്ദ് ന്യൂസ് ഡെസ്ക് @gmail.com എന്നീ വിലാസങ്ങളിലൂടെ ഞങ്ങളുമായി പങ്കുവയ്ക്കാം. യൂറോപ്പിലെ വാർത്തകളും വിശേഷങ്ങളും ഞങ്ങളെ അറിയിക്കുന്നതിന് 02085866511 എന്ന നമ്പറിലും ബന്ധപ്പെടാവുന്നതാണ്. മൂന്നാറിൽ വന്നപ്പോൾ എനിക്കിതൊരു വളരെ വ്യത്യസ്തമായ അനുഭവമായിരുന്നു. ആ ടോൾഡിയൊക്കെ ഉണ്ടല്ലോ, ഇവിടെയുള്ള ബാക്കി ഫെസിലിറ്റീസ് ഒക്കെ, ഷൂട്ടിംഗ് റേഞ്ച്, ആർച്ചറി, അതുപോലെ തന്നെ കാർണിവൽ ഗെയിംസിൽ ബലൂൺ ഷൂട്ടിംഗ്, ബലൂൺ ഡുവറ്റ്സ്, ഓക്കെ, ബോളർ റോളർ, ആംഗ്രി ബേർഡ്സ്, ബക്കറ്റ് ത്രോ, അതുപോലെ പോണി റൈഡർ, ഹാപ്പി കാർ,
സ്വിംഗ് ചെയർ ഒക്കെ ഒരുപാട് ആൾക്കാർ വളരെയധികം പോസിറ്റീവ് റെസ്പോൺസ് പറയുന്നുണ്ട്. കിഡ്സിന് വേണ്ടി കിഡ്സ് മൾട്ടിപ്ലേ സോൺ അതുണ്ട്, അഡ്വഞ്ചർ സോണിലെ സിപ്പ് ലൈൻ, മൾട്ടിവെയിൻ, ഹൊറിസോണ്ടൽ ലാഡർ, സ്ലോത്ത് വാക്ക്, ബാംബു ഡ്രീം, ടയർ വാക്ക്, ട്രീ ക്ലൈംബിംഗ്, പെഡൽ കാർ എല്ലാം കുട്ടികൾക്കും വലിയവർക്കും യൂസ് ചെയ്യാൻ പറ്റാവുന്ന. അപ്പോൾ ഇതെല്ലാം ഉൾപ്പെടെ ഒരാളിന് ചാർജ് ചെയ്യുന്നത് 400 രൂപയാണ്. കുട്ടികൾക്ക് സെപ്പറേറ്റ് 300 രൂപ, 300 വയസ്സിന് താഴെ 300 രൂപ, ബാക്കി 5 വയസ്സിന് താഴെ ടിക്കറ്റ്. ഓക്കെ. അപ്പോൾ മേ ബി അവർക്ക് ഇത് ഹോൾ ഡേ വേണമെങ്കിൽ ഇതിനകത്ത് സ്പെൻഡ് ചെയ്യാം. നമ്മൾ ടൈമിന് ലിമിറ്റേഷൻ പറയുന്നില്ല, അൺലിമിറ്റഡ് ആണ്. ഓക്കെ. ഇത് കുട്ടികൾക്കുമായിട്ടുള്ള പ്രത്യേക ഏരിയയാണ്. അപ്പോൾ ഏത് ഏജിലുള്ള കുട്ടികൾ വന്നാലും ശരിക്കും എൻജോയ് ചെയ്യാനുള്ള അവസരം. ഓക്കെ. അത് ഇലക്ട്രിക്കലി ഓപ്പറേറ്റഡ് ആണ്. ഇത് 3 മിനിറ്റ്സിലെ റൈഡാണ്. ഓക്കെ. കറങ്ങി നല്ല ഹൈറ്റിൽ കറങ്ങുന്ന ഒരു റൈഡാണ്. ഇത് റൈഡ് സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ നമുക്ക് കാണാം. ഇതൊരു വ്യൂ പോയിന്റ് ആണ്. ഡാം വ്യൂ പോയിന്റ് എന്നാണ് നമ്മൾ ഇതിന് പറയുന്നത്. ഇവിടെ ഒരു പ്ലാറ്റ്ഫോം കൊടുത്തിരിക്കുന്നതാണ്. വന്ന് ഫോട്ടോ എടുക്കാനും. ഓക്കെ. ഓക്കെ. ഡാമിൻ്റെ വ്യൂ പോയിന്റ്. സാധാ ബോട്ടിങ് കാണാം. ഡാമിന്റെ ഫുൾ വ്യൂ കാണാം. ഓക്കെ. പലതരം ബോട്ടിംഗ് ഉണ്ട്. ഫാമിലി ബോട്ടിംഗ് ഉണ്ട്, സ്പീഡ് ബോട്ടും ഉണ്ട്. ഇപ്പോൾ ബോട്ടിങ്ങിന് പോകാൻ താല്പര്യമില്ലാത്തൊരു കുറേ ആൾക്കാർ കാണുമല്ലോ ഏതായാലും. അപ്പോൾ അങ്ങനെയുള്ളവർക്ക് ഇവിടെ വന്ന് നിന്ന് കഴിഞ്ഞാൽ, ഒരു വ്യൂ പോയിന്റിൽ വന്ന് നിന്ന് കഴിഞ്ഞാൽ, ഡാമിൻ്റെ വ്യൂ പോയിന്റ് അല്ലേ ഇത്. അപ്പോൾ ഇവിടെ നിന്ന് കഴിഞ്ഞാൽ ഈ ബോട്ടിങ് കയറാതെ തന്നെ ആസ്വദിക്കാം അല്ലേ. അപ്പോൾ ഇതിൽ 2 തരം ബോട്ടിംഗ് ആണ്. ഒന്ന് സ്പീഡ് ബോട്ടിംഗ് ഉണ്ട്, റൂഫ് ബോട്ടിംഗ് ഉണ്ട്. റൂഫ് ബോട്ടിംഗ് കുറച്ച് സ്ലോ ആയിട്ടാണ് പോകുന്നത്. കുറച്ച് അഡ്വഞ്ചറസ് ആയിട്ടുള്ള വേറെ ബോട്ടും ഉണ്ടല്ലേ. ഹൈ സ്പീഡ്. അപ്പോൾ അങ്ങനെയുള്ളവർക്കും ഇത് ആസ്വദിക്കാവുന്നതാണ്. ഇവിടെ നിന്ന് ബോട്ട് പോകുന്നതും എല്ലാം കാണുകയും ചെയ്യാം. നല്ലൊരു വ്യൂ പോയിന്റ് ആണ്. ഡാം ഒറ്റ വ്യൂ പോയിന്റ് നമുക്ക് ആസ്വദിക്കാം. ഈ ബോട്ടിങ്ങിന് പോയാലും നമുക്ക് വന്യമൃഗങ്ങളെ കാണാൻ പറ്റും. ഇവിടെ ചില സമയങ്ങളിൽ ആന, അതുപോലെ മാൻ, കാട്ടുപോത്ത്, അങ്ങനെയുള്ള എല്ലാം സൈഡിൽ ഇറങ്ങാൻ സാധിക്കും. പിന്നെ ഇവിടെയുള്ള മറ്റ് അടുത്ത അട്രാക്ഷൻ ഏതാണ്? അഡ്വഞ്ചർ സോൺ ഉണ്ട്. നമുക്ക് അങ്ങോട്ട്. ഇത് കുട്ടികൾക്ക് ചെറിയ കുട്ടികൾക്ക് വേണ്ടിയുള്ള സൗകര്യങ്ങൾ.
മാട്ടുപ്പെട്ടി ഡാമും മാട്ടുപ്പെട്ടി ബോട്ടിംഗ് ഏരിയയുമാണ് നമ്മൾ ഇന്ന് ഇപ്പോൾ മൂന്നാറിൽ കവർ ചെയ്തത്. അപ്പോൾ ഇവിടെ തന്നെ വന്നു കഴിഞ്ഞാൽ ഒരു ദിവസം ഫുൾ എൻജോയ് ചെയ്യാനുള്ള സൗകര്യങ്ങൾ ഇവരിവിടെ ഒരുക്കിയിട്ടുണ്ട്. നമുക്ക് ഏതായാലും ഒരു അടുത്ത ടൂറിസ്റ്റ് ഡെസ്റ്റിനേഷനിലേക്ക് പോകാം. മൂന്നാറിൽ മാട്ടുപ്പെട്ടി ഡാമും മാട്ടുപ്പെട്ടി ബോട്ട് റൈഡും കഴിഞ്ഞു കഴിഞ്ഞാൽ അടുത്ത ഒരു ടൂറിസ്റ്റ് ഡെസ്റ്റിനേഷനാണ് എക്കോ പോയിൻറ്റ്. എക്കോ പോയിൻറ്റ് വന്നപ്പോൾ ഇവിടെ ധാരാളം ആൾക്കാരെ കണ്ട്. ഒരു കൂട്ടം ഫോട്ടോഗ്രാഫേഴ്സ് ഇവിടെ നിൽക്കുകയാണ്. അപ്പോൾ അതിന്നറിയാം ഇവിടെ ഒരുപാട് ടൂറിസ്റ്റുകൾ വരുന്നുണ്ട്. എത്ര രൂപയാണ് ഫോട്ടോഗ്രാഫി? 20 രൂപ. അപ്പോൾ ശരിക്കും ആൾക്കാർ വരുന്നുണ്ട് അവിടെ? കച്ചവടം കുറവാണ്. കാര്യം എല്ലാവരും ഇപ്പോൾ മൊബൈൽ ഫോൺ ഉണ്ടല്ലേ? ഈ മൊബൈൽ ഫോൺ വന്നതാണ് നിങ്ങൾക്ക് പ്രശ്നം. സെൽഫി എടുക്കും. ഓക്കെ. അപ്പോൾ നിങ്ങൾ ഫോട്ടോ എടുത്തു കഴിഞ്ഞാൽ എത്ര സമയം കൊണ്ട് തിരിച്ചു കൊടുക്കും? ഇതുപോലത്തെ പ്രിന്റ് എടുത്ത് കൊടുക്കും. ഇവിടെ ഇതെല്ലാം ഇവിടെ എന്താ ഹണിമൂൺ പോയിന്റ് ആണ്. എല്ലാവരും ഇതാണല്ലോ കാണിക്കുന്നത്. നമ്മൾ ഇങ്ങനെ എടുത്തു കൊടുക്കും. അപ്പൊ ഈ എക്കോ പോയിന്റിന് എന്താണ് ഇവിടുത്തെ പ്രാധാന്യം എന്ന് പറയുന്നത്? സൗണ്ട് ഒച്ച വെച്ചാൽ തിരിച്ചു വരും. ഏതായാലും ഒന്ന് വിസിലടിച്ചു കഴിഞ്ഞാൽ നമുക്ക് തിരിച്ചു വരുമെന്ന് നോക്കാം. കേൾക്കുന്നുണ്ടോ? ഇതാണ് ഈ എക്കോ പോയിന്റിന്റെ പ്രധാനമായ അട്രാക്ഷൻ. ഇവിടെ നിന്ന് എന്ത് പറഞ്ഞാലും അത് അതേപോലെ തിരിച്ചു കേൾക്കാം. ഏഷ്യാനെറ്റ് ഉൾപ്പെടെയുള്ള പ്രമുഖ മലയാളം ചാനലുകൾ ആദ്യമായി യൂറോപ്പിലെത്തിച്ച് യൂറോപ്പിലെ ഏറ്റവും അധികം പ്രേക്ഷകരുള്ള പ്രാദേശിക TV ചാനൽ ആനന്ദ് TV. 14 വർഷത്തെ സേവന പാരമ്പര്യവുമായി യൂറോപ്പിലെ അംഗീകൃത മലയാളം ചാനൽ ഡിസ്ട്രിബ്യൂട്ടർ ആനന്ദ് മീഡിയ. ഇറ്റ്സ് നോട്ട് ജസ്റ്റ് TV, ഇറ്റ്സ് യുവർ കംപ്ലീറ്റ് എന്റർടൈൻമെന്റ് പാർട്ട്ണർ. എക്കോ പോയിന്റ് വന്നപ്പോൾ മറ്റൊരു സന്തോഷം എന്ന് പറയുന്നത്, നമ്മളിവിടെ വന്നപ്പോൾ ഒരു കൂട്ടം ആനകൾ ഇവിടെ വെള്ളം കുടിക്കാനായിട്ട് ഇറങ്ങിയിട്ടുണ്ട്. അപ്പോൾ സാധാരണ പറയുമല്ലോ ഇവിടെയൊക്കെ വന്നു കഴിഞ്ഞാൽ ആനക്കൂട്ടങ്ങളെ കാണാമെന്നൊക്കെ പറയും. ഇവിടെ മാത്രമല്ല അടുത്തൊരു ഏരിയയിലും ഇറങ്ങിയിട്ടുണ്ട്. 2 സ്ഥലങ്ങളിലായിട്ട് 2 കൂട്ടം ആനകൾ ഇറങ്ങിയിട്ടുണ്ട്. അത് കുളിക്കുകയാണ്. കുളിക്കുന്നു, അതിൻ്റെ വീർതികളൊക്കെ കാണാം.